കർത്താവാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ദൈവവചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. എല്ലാവർക്കും വചനം കേൾക്കാൻ സന്തോഷമാണോ? ചില മിനിറ്റുകൾ നമ്മൾ വചനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. പിതാവേ, വചനത്തെ ഞങ്ങൾക്ക് നീ വിഭാഗിച്ചു നൽകണമേ. വചനം കേട്ടവരുടെ ഉള്ള കത്തിക്കൊണ്ടിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം വചന കേൾവിയിടയിൽ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടണമേ. വ്യക്തികളോട് ദൈവം ഹൃദ്യമായിട്ട് സംസാരിക്കണമേ. സഭയോട് ദൈവം ഇടപെടണം. രാജ്യത്തോട് ദൈവം സംസാരിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ച ആ ഭാഗത്തിൽ നിന്നും അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളോടും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യവും തുടർന്നുള്ള ചില മിനിറ്റുകൾ ദൈവവചന കേൾവിക്ക് വേണ്ടി വായിക്കാം. നമുക്കൊന്നിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. ശമൂവേൽ അവിടെ രണ്ടും വേണം. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി, ആരെ നീക്കിയിട്ട്? ശൗലിനെ നീക്കിയിട്ട് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷൻ. ആ ഒരു വേർഡാണ് കർത്താവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ബോധിച്ച പുരുഷനായി ദാവീദിനെ ദൈവം കണ്ടു. അവൻ എൻ്റെ എല്ലാ ഹിതവും ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു ഭാഗത്തിൽ നിന്നുകൊണ്ട് ആമേൻ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരണം. ആമേൻ ഒന്ന് രണ്ട് ചിന്തകൾ ഒന്നിച്ച് പറയുവാൻ കർത്താവിൽ ആഗ്രഹിച്ചു. കർത്താവ് നമുക്ക് അങ്ങനെയുള്ള ചില മേഖലകൾ കർത്താവ് നമുക്ക് തുറന്നു നൽകി. എല്ലാ കർത്താവിൻ്റെ വിശ്വസ്തതകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബോധിച്ച പുരുഷൻ, ദൈവത്തിന് ബോധിച്ച പുരുഷൻ, ദൈവത്തിന് ബോധിച്ച പുരുഷൻ. ഇച്ചിരി കൂടെ പറഞ്ഞാൽ നമ്മുടെ അപ്പോസ്തലനകത്ത് എഴുതിയിരിക്കുന്ന പോലെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷൻ, ഹൃദയപ്രകാരമുള്ള പുരുഷൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അതിനോട് ചേർന്ന് ഈ വാക്കിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ദാവീദ് ഇസ്രായേലിൻ്റെ എത്രാമത്തെ രാജാവെന്നറിയാം? ഞാൻ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ രാജാവ്. ഒന്നാമത്തെ രാജാവ് ശൗൽ എന്ന് പറയുന്ന രാജാവാണ്. ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ, നിങ്ങൾ എന്നെ കേട്ടേ, ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾ ചോദിച്ച് മേടിച്ചതാണ്. ശൗല് രാജാവാകുന്നിടം വരെ ശരിക്കും പറഞ്ഞാൽ രാജ്യത്ത് രാജാവില്ലെന്നുള്ളതല്ല, ആ രാജ്യത്തിൻ്റെ കവറിങ്ങും രാജ്യത്വം ആരായിരുന്നു നടത്തിയിരുന്നറിയോ? ദൈവമായിരുന്നു അവരുടെ രാജാവ്. അപ്പോൾ ശൗല് ഇസ്രായേൽ ജനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതുപോലെ നോക്കുമ്പം കണ്ടു, അങ്ങപ്പുറത്തെ രാജ്യത്ത് ആരുണ്ട്? രാജാവുണ്ട്. ഇവിടെ ആരുണ്ട്? രാജാവുണ്ട്. അങ്ങനെ ചോദിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങൾക്ക് ലീഡർ ആകണമെന്ന് പറഞ്ഞ ഒരാളെ ആക്കി വെച്ചു. ഓക്കെ, കർത്താവ് മനസ്സില്ല, ദൈവത്തിന് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അത് സമ്മതിച്ചു. ആ സമ്മതപ്രകാരം ദൈവം ആദ്യമേ അവർക്ക് കൊടുത്ത രാജാവിൻ്റെ പേരാണ്, നിങ്ങൾ കേട്ടെ, ശൗല്. ചേർന്ന് പറഞ്ഞേ, ശൗൽ രാജാവായി. ശൗൽ രാജാവായപ്പം ദൈവം മറ്റൊന്നും നോക്കിയില്ല. ശൗലിൻ്റെ ഒരു ഗുണവിശേഷവും നോക്കിയില്ല. ശൗൽ രാജാവായപ്പോൾ ഒന്നും തന്നെ ദൈവം ശൗലിനെ പറ്റി വലിയ ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷെ ശൗല് രാജസ്ഥാനത്ത് പരാജയപ്പെട്ടപ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്കാണ്, അതാ ഓടിച്ചു പറയുന്നത്, രാജസ്ഥാനത്ത് പരാജയപ്പെട്ടപ്പോൾ അടുത്ത രാജാവിനെ എടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം ചില ക്രൈറ്റീരിയകൾ വെക്കുന്നു. എന്താ വെച്ചത്? അവൻ്റെ വലിപ്പം നോക്കരുത്, അവൻ്റെ പൊക്കം നോക്കരുത്, അവൻ്റെ കഴിവ് നോക്കരുത്. ഞാൻ ആരെ തിരഞ്ഞെടുക്കുന്നോ അവനെ നിങ്ങളുടെ ആരാക്കാവുള്ളൂ? രാജാവാക്കാവുള്ളൂ. എന്താണ് ശൗല് തോക്കാനുള്ള കാരണം? ശൗൽ എന്താണ് തോക്കാനുള്ള കാരണം? ഇത് ഇവിടുന്ന് കേൾക്കേണ്ട സാധനമല്ല, നമ്മുടെ ഇൻബിൽട്ട് അകത്ത് കിടക്കുന്ന സാധനമാണ്. ശൗല് തോക്കാനുള്ള കാരണം, ശൗല് തോക്കുന്നതിന് മുമ്പ് അവിടെ നടന്ന ഏറ്റവും ഹിസ്റ്റോറിക്കായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അമാലേക്കർ എന്ന് പറയുന്ന രാജ്യത്തെ ശൗൽ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. നിങ്ങൾ കേട്ടേ, ഒരു രാജ്യത്തെ തോൽപ്പിച്ച് ജയിച്ചു വന്ന ശൗൽ അടുത്ത നിമിഷം ദൈവം പറയുന്നു, ഇവനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? രാജസ്ഥാനത്തുനിന്ന് മാറ്റാൻ പോകുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ലോകപ്രകാരം സ്തോത്രം, ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്ത് അവൻ്റെ അതിനകത്ത് അവൻ മിടുക്ക് കാണിച്ചാൽ അടുത്ത പ്രോഗ്രാമും ആരെ ഏൽപ്പിക്കത്തുള്ളൂ?
അവനെ ഏൽപ്പിക്കത്തുള്ളൂ. ഒരു ഫുട്ബോൾ കളിയിൽ ഒരാളുടെ ക്യാപ്റ്റൻസിയിൽ അവർ ലോക കിരീടം നേടിയിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ ക്യാപ്റ്റനെ മാറ്റുക എന്നാണോ? അവനെ എന്തുമാത്രം ആദരിക്കാൻ പറ്റുമോ അടുത്ത കളികളിലും കൂടി അവനെ എന്ത് ചെയ്യുക? ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരും, അവൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം തുടരും. പക്ഷേ ശൗൽ ആദ്യത്തെ അവൻ്റെ യുദ്ധത്തിൽ ശൗൽ ജയിച്ചു. പക്ഷേ ദൈവം അടുത്ത ഓർഡർ കൊടുക്കുന്നു, ശൗലിനെ രാജസ്ഥാനത്തുനിന്ന് എന്ത് ചെയ്യണം? നീക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. എന്താ കാര്യം എന്നറിയാമോ? ശൗൽ അവൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ട യുദ്ധമാണ് ജയിച്ചത്. പക്ഷേ തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ ശൗൽ ആരാന്നറിയാമോ? തോറ്റവനാണ്. നിങ്ങൾ കേട്ടില്ല, ഇന്ന് പകൽക്കാലം പുറമെയുള്ള യുദ്ധത്തിൽ നീ ജയിച്ചില്ലെങ്കിൽ പോലും ദൈവമായിട്ടുള്ള യുദ്ധത്തിൽ നീ തോറ്റാൽ, ദൈവമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റാൽ നീ പരാജയം അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് പകലും ഞാൻ പറയാം, പുറമേ കഴിവില്ലെങ്കിലും പ്രാഗൽഭ്യമില്ലെങ്കിലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിനക്കൊരു പ്രാഗൽഭ്യമുണ്ടോ, അവിടെ നീ ജയാളിയായിരിക്കും. നിങ്ങൾ ഈ വചനം കേൾക്കുക. ഇതിനകത്തുനിന്നൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഈ പറയുന്ന സാധനം മനസ്സിലായോ? വിനീഷ് ബ്രദറെ, ഞാൻ എന്തിനാ പേരെടുത്ത് പറയുന്നത്? അറ്റൻഷന് വേണ്ടിയാ. വിനീഷ് ബ്രദറെ, എന്താ ശൗല് ജയിച്ചു, യുദ്ധം ജയിച്ചു. അടുത്ത സ്റ്റെപ്പ് തമ്പുരാൻ്റെ അടുത്ത രാജ്യത്തോടും പോയി യുദ്ധം ചെയ്യാനല്ല പറഞ്ഞേ. ഞാൻ അവനെ എന്ത് ചെയ്യുന്നു? രാജ്യത്തുനിന്നും മാറ്റുന്നു. കാരണം യുദ്ധം ജയിച്ചു കഴിഞ്ഞു. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശൗല് ചെയ്യേണ്ടതൊന്നും എന്ത് ചെയ്തില്ല. അപ്പം രാജ്യത്തെ ശൗല് ജയിച്ചു. ദൈവത്തിൻ്റെ മുമ്പാകെ ശൗൽ ആരായിപ്പോയി? തോറ്റവനായി മാറി. ഞാനിവിടെ ആവർത്തിക്കാം, ദൈവവചനം അടിസ്ഥാനത്തിൽ വചനത്തിനകത്ത് നിനക്ക് സ്തോത്രം നിൽക്കാൻ തയ്യാറാണോ? ചിലപ്പോൾ ലോകപ്രകാരം ചിലതൊക്കെ നിനക്ക് കിട്ടാതെ വരാം, ചിലതൊന്നും നിനക്ക് പ്രാപിക്കാൻ മേലാതെ വരാം. പക്ഷേ ക്രിസ്തുവിൽ നീ ജയാളിയായിട്ട് നിന്നാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ക്രിസ്തുവിൽ നീ ജയാളിയായിട്ട് നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. അതുകൊണ്ട് അടുത്ത രാജാവിനെ വാഴിക്കാൻ നേരം, ദാവീദിനെ വാഴിക്കാൻ നേരം, ദാവീദിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ നിൽക്കുന്നവരെല്ലാം കഴിവുള്ളവരെ. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈശായുടെ വീട്ടിൽ പോയതാ. അന്ന് അവിടെ ഉള്ളവരെല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് ഈശായുടെ വീട്ടിൽ ചെന്നതാ. ഈശായുടെ വീട്ടിൽ ചെന്നിട്ട് ഈശായുടെ കഴിവുള്ള മക്കളെല്ലാം, യുദ്ധം അറിയാവുന്നവർ, സ്തോത്രം, പട്ടാളക്കാരായവർ, പടയാളികളായവരെ എല്ലാം വിളിച്ചു നിർത്തി. ആദ്യം കണ്ടപ്പോൾ തന്നെ ദൈവത്തെ ശമൂവേൽ പ്രവാചകന് ഇവരെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇവരെ ആരെയും നോക്കരുത്, ഇവരുടെ പ്രാഗൽഭ്യം നോക്കരുത്, ഇന്നലകളിലെ ഇവരുടെ എക്സ്പീരിയൻസ് നോക്കരുത്. ഞാൻ പറയാം ആരെ രാജാവാക്കണമെന്ന്. ഇന്ന് പകലിലും ഈ രാജ്യത്ത് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, എക്സ്പീരിയൻസിന്റെ പിന്നിലല്ല ദൈവം ചെയ്യാൻ പോകുന്നേ. ഹൃദയപ്രകാരം ദൈവത്തിന് ബോധിച്ചവനാണോ, ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. നീ ഹൃദയപ്രകാരം ദൈവത്തിന് ബോധിച്ചവളാണോ, ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു ചർച്ചിനെ പറ്റി? സാൽവേഷൻ ആർമി, അതിൻ്റെ എനിക്ക് തോന്നുന്നു ഫൗണ്ടർ വില്യം ബൂത്ത്. സാൽവേഷൻ ആർമിക്ക് നേരത്തെ ചർച്ചകളുണ്ടായിരുന്നു. ഈ വില്യം ബൂത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന് സ്തോത്രം സുവിശേഷ വേല ചെയ്യണമെന്നും പറഞ്ഞ് ഈ അന്നത്തെ സാൽവേഷൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്തോത്രം അവരോട് പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് നിങ്ങളോടൊപ്പം സുവിശേഷ വേല ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കണം, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിനിസ്ട്രി എൻ്റെ കയ്യിൽ തരണം, ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഉടനെ അന്നത്തെ സ്തോത്രം ഈ സാൽവേഷൻ ആർമിയുടെ ഉന്നത അധികാരികൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒരു ഒഴിവില്ല, ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിക്കാനില്ല. അപ്പോൾ ഈ വില്യം ബൂത്ത് പറഞ്ഞു, എന്നെ അങ്ങനെ തള്ളിക്കളയരുത്, എനിക്ക് ഒരു ശുശ്രൂഷ ചെയ്യാനുള്ള അനുവാദം തരണം. ഒടുവിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ തുറന്നിട്ടിരിക്കുന്ന വലിയ മുറി, ആ മുറിക്കകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, സാൽവേഷൻ ആർമിയിലെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, എയർഫോഴ്സിലെ ജോലിക്കാരെ പോലെ നിൽക്കുന്നത്? സ്തോത്രം, അവർക്കൊരു യൂണിഫോം ഉണ്ട്. ആ മുറിക്കകത്ത് നോക്കുമ്പോഴത്തേന് ആയിരക്കണക്കിന് ഷൂസുകൾ ഇങ്ങനെ കിടക്കുക. അവിടെ ഉള്ള ശുശ്രൂഷകന്മാരുടെയൊക്കെ ഷൂസുകളാണ്. അവൻ പറഞ്ഞു, നിനക്ക് ഇവിടം വിട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ എന്ത് ചെയ്തെന്നറിയാമോ? നീ ഇതിരുന്ന് പോളിഷ് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സന്തോഷം. പ്രസംഗിക്കാൻ വന്നവനാണ്, എന്താ ചെയ്യുന്നത്? ചേർന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ വന്നവനാണ്, സ്റ്റേജ് നോക്കി വന്നവനാണ്, ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താലേ കർത്താവിന് നിർത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗിക്കാൻ വന്നതാണ്, ശുശ്രൂഷിക്കാൻ വന്നതാണ്, പക്ഷേ അടഞ്ഞ മുറിക്കകത്ത് അവൻ ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. പോളിഷ് ചെയ്യും, ആൾക്കാരിടും, തിരിച്ചു വരും, പോളിഷ് ചെയ്യും, ഇടും. ഇങ്ങനെ 15
15 വർഷം ആ അടഞ്ഞ മുറിക്കകത്ത് വില്യം ബൂത്ത് ആരും അറിയപ്പെടാത്തവനായി പ്രാർത്ഥനയും ഷൂ പോളിഷുമായിട്ട് തന്നെ നടന്നു. ബൈബിളിനകത്ത് ഏത് മിനിസ്ട്രിയാണ്, ഏത് ശുശ്രൂഷയാണ് ഷൂ പോളിഷ് ചെയ്യാനുള്ളത്? ഒരു മിനിസ്ട്രിയുമില്ല. അടഞ്ഞു കിടക്കുന്ന മുറിക്കകത്ത് 15 വർഷം. ആരൊക്കെ അങ്ങനത്തെ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ്? ആരും അറിയപ്പെടാത്തവരായി. ആമേൻ. ഒടുവിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? സാൽവേഷൻ ആർമിയുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുക. ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുമ്പോൾ തലേ ദിവസം ആമേൻ അറിയിപ്പ് കിട്ടുന്നു, അവർക്ക് വരാനുള്ള ഗസ്റ്റ് പാസ്റ്റർ വരത്തില്ല. ഇവർ സാൽവേഷൻ ആർമിയുടെ ടീമെല്ലാം കൂടെ കൂടിയിരുന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇരുന്ന് ഞങ്ങൾക്കുള്ള ഗസ്റ്റ് പാസ്റ്റർ വരുന്നില്ല. ആമേൻ. അവർ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ അവരോട് പറഞ്ഞു, ആമേൻ, നിങ്ങളിൽ ഒരുവൻ പ്രസംഗിക്കണം. ആമേൻ. തമ്പുരാൻ പറഞ്ഞ പേരാണ്, ആമേൻ, 15 വർഷമായിട്ട് മുറിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്ന വില്യം ബൂത്ത് കയറി പ്രസംഗിക്കണം. ആ കോൺഫറൻസിനകത്ത്, ആ ഇന്റർനാഷണൽ കോൺഫറൻസിൽ ആമേൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരിക്കൽ പോലും പ്രസംഗിക്കാത്ത, ഒരിക്കൽ പോലും പരസ്യമായിട്ട് പ്രാർത്ഥിക്കാത്ത വില്യം ബൂത്തിനെ ദൈവം ഉപയോഗിച്ചു. ഞാൻ പറയുന്നു, രഹസ്യത്തിൽ നീയും ദൈവവും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ നീ പോലും അറിയാതെ പരസ്യത്തിൽ നിന്നെ ഉയർത്താൻ ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ വാ തുറന്ന് പറ, നിന്റെ പ്രാർത്ഥനകൾ നിർത്തിക്കളയരുത്. നിന്റെ പ്രാർത്ഥനകൾ നിർത്തിപ്പറ കളയരുത്. ആമേൻ. സ്തോത്രം. രഞ്ജു ബ്രദറെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, പ്രാർത്ഥിച്ചോണോ? ആമേൻ. ജോമൻ പാഷ അവസരം തരുന്നില്ല. നോ, നിന്റെ വിഷയം അതല്ല. പ്രാർത്ഥിച്ചാൽ നീ പോലും അറിയാത്ത വഴികളെ നിന്റെ മുമ്പിൽ തുറക്കാൻ. പിന്നീട് ആ സഭ അറിയപ്പെടുന്നത് ഈ ദൈവദാസന്റെ പേരില്ല, വില്യം ബൂത്തിന്റെ പേരില്ല. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ കഴിവുള്ളവരല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇന്ന് പകൽ എന്താ വില്യം ബൂത്തെ നിന്നെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം? വില്യം ബൂത്തിന് അറിയത്തില്ല, പക്ഷേ നമ്മുടെ കണ്ണു തുറന്ന് നോക്കിയേ കാണാം, അവന് പുറമേ നിന്ന് പ്രസംഗിച്ച പ്രാഗൽഭ്യമില്ല. ആമേൻ. കഴിവ് തെളിയിച്ചിട്ടില്ല, എങ്ങും പ്രാപ്തിയില്ല. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കഴിഞ്ഞ 15 വർഷം ഷൂ പോളിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ്റെ ഹൃദയത്തിനകത്തൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എവിടെയെങ്കിലും പ്രയോജനപ്പെടണം. ഇന്ന് പകൽക്കാലം ഈ രാജ്യത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സഭ ഇവിടെ എഴുന്നേറ്റാൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്നിലൂടെ ദൈവം തന്റെ പദ്ധതികളെ പൂർത്തീകരിക്കും. വിശ്വസിക്കാമെങ്കിൽ ആ വായികളെല്ലാം തുറന്ന് ഇതിനകത്ത് കൂടുതലും എന്നെ കേൾക്കുന്നവർ നേഴ്സുമാരാ. ഞാൻ പറയാം, നിനക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ആമേൻ അതും ഇതും മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം വലിയത്. ആമേൻ. ചേർന്ന് അതിനെ വിശ്വസിക്കാമെങ്കിൽ അതിനെ ആമേൻ പറഞ്ഞ കർത്താവേ, നാളെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും. നാളെ എൻ്റെ മുമ്പിൽ കർത്താവ് വരും. അതുവരെ നീ പ്രാർത്ഥനയിൽ ഇരിക്കുക. നിന്നെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അധിക സമയം പോകത്തില്ല, അധിക സമയം വെച്ചോണ്ടിരിക്കത്തില്ല. നീ പുറത്തു വരും, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് യേശുവിനും ആരാധന കൊടുത്ത്. കഴിവിലല്ല കാര്യം, ദൈവമായിരിക്കുന്ന ബന്ധം നീ കളയരുത്. ആമേൻ. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ബൈബിളിൽ ഒരു പ്രമാണം പറഞ്ഞേ, മത്തായി സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ 21 days ഫാസ്റ്റിംഗ് പ്രയർ എന്നുള്ള പോസ്റ്റർ കൊടുക്കണമെന്നാണ്. പാടിയ മുഖം കാണിക്കരുത്. നിങ്ങൾ തലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറയിൽ കടന്ന് വാതിലടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. നീ രഹസ്യത്തിലിരിക്കുന്നത് കാണുന്ന ഒരു രഹസ്യത്തിലെ ദൈവമുണ്ട്. ഇന്ന് പകൽ എനിക്കറിയത്തില്ല, കർത്താവ് എന്നോട് ആ ദൂത് പറയാൻ പറയുന്നു, രഹസ്യത്തിലിരിക്കുന്നത് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ മുറിക്കകത്ത് ആ വില്യം ബൂത്ത് ഇരുന്നത് പോലെ നീ എവിടെയൊക്കെയോ രഹസ്യത്തിലിരിക്കുന്നത്, നിന്റെ ബെഡ്റൂമിനകത്തൊന്ന് ഇരിക്കുന്നത്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ രഹസ്യത്തിലിരിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയാം, എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? രഹസ്യത്തിൽ കരഞ്ഞവനെ പരസ്യത്തിൽ മാനിക്കാൻ എൻ്റെ ദൈവം മടി കാണിക്കത്തില്ല. രഹസ്യത്തിൽ കരഞ്ഞ നിന്നെ പരസ്യമായി മാനിക്കാതെ എൻ്റെ ദൈവം വിടത്തില്ല. ഈ ദിവസങ്ങളിൽ ചേർന്ന് പറഞ്ഞു, എൻ്റെ ദൈവം നിന്നെ വിടത്തില്ല.
ഈ ആമേൻ സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു വേട്, ഞാനത് ഈ ദിവസങ്ങളിൽ ഞാൻ വാക്യമായിട്ടിടണമെന്ന് പറഞ്ഞു. ഈ മാസം കർത്താവ് പറഞ്ഞൊരു വാക്കായിരുന്നു, സാക്ഷ്യങ്ങളുടെ മാസമായിരിക്കും. ഞാൻ ഈ ജൂലൈ മാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു വേട് ഞാൻ പറയാം. ജൂലൈ എന്ന് പറയുന്നത് ആമേൻ അത് സെലിബ്രേഷൻ്റെ ദിവസം. ഞാനത് പിന്നീട് പറയാൻ വെച്ചതാ, പക്ഷേ എന്തോ ഇപ്പോൾ അത് പറയാനൊരു തോന്നല്. സെലിബ്രേഷൻ്റെ ദിവസമായിരിക്കും. വാ തുറന്ന് പറഞ്ഞു, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് ഒരു സെലിബ്രേഷൻ ജൂലൈയിൽ വെച്ചിട്ടുണ്ട്. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് ജൂലൈയിൽ ഒരു സെലിബ്രേഷൻ. ആ വേണമെന്ന് പറഞ്ഞ സെലിബ്രേഷൻ ആനന്ദിക്കും. വെണ്ണീറിന് പകരം ആനന്ദ തൈലം കൊണ്ട്, രട്ടിന് പകരം ആമേൻ സ്തോത്രം അലങ്കാര വസ്ത്രത്തെ ധരിപ്പിക്കുന്നവർ ഈ ഇന്ന് പകൽ എനിക്കറിയത്തില്ല, വലിയ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തുനിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി പറ, ജൂലൈ മാസം എൻ്റെ സെലിബ്രേഷന്റെ, എൻ്റെ ആനന്ദത്തിന്റെ. ചില കുടുംബങ്ങളുടെ അകത്ത് സെലിബ്രേഷൻ നടക്കുന്നു. ഈശോയുടെ വീട്ടിനകത്ത് സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു. ഈശോയുടെ വീട്ടിനകത്ത് ചിലതിനെ രാജാവായി അഭിഷേകം ചെയ്തതുപോലെ നിന്റെ വീട്ടിനകത്ത് സെലിബ്രേഷൻ നടക്കും. പറയാൻ പറ്റുമെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറ, സെലിബ്രേഷൻ. 30-ാം സങ്കീർത്തനം അവസാനത്തെ വാക്ക് ഇങ്ങനെയാ പറയുന്നത്. വായിച്ചേ, 30-ാം സങ്കീർത്തനം അവസാനത്തെ 2 വാക്യങ്ങൾ. 30, ഞാൻ ഈ ഭാഗത്തുനിന്ന് എന്തോ ഒന്ന് പെട്ടെന്ന് മാറിപ്പോയി. 30-ാം സങ്കീർത്തനം അവസാനത്തെ 2 വാക്യങ്ങൾ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് പറഞ്ഞേ, വിലാപം നൃത്തമാക്കുന്ന ആനന്ദത്തോടെ പറഞ്ഞേ, വിലാപം കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയത് ആനന്ദത്തോടെ പാടും, ആർപ്പോടെ പാടും, വിലാപം നൃത്തമാക്കും. അടുത്തത്, എൻ്റെ രട്ട് നീ അഴിക്കും. യേശുവിൻ്റെ നാമത്തിൽ കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളും നീ ആമേൻ ഇട്ടുകൊണ്ട് നടന്ന രട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയപ്പെടുമെന്ന്. നിങ്ങൾ രട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ, രട്ടെന്ന് പറഞ്ഞാൽ ഈ പണ്ട് പഴയ നിയമ ഭക്തന്മാരൊക്കെ ഉപവസിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഈ ചണച്ചാക്ക് നനച്ചിട്ട് ദേഹത്ത് ചുറ്റും കാരണം അവരതുപോലെ ശരീരത്തെ പോലും ദണ്ഡിപ്പിക്കുക. ആമേൻ സ്തോത്രം. ഞാൻ പറയാം, നിങ്ങൾ നേറ്റിട്ടിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള വസ്ത്രമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ രട്ടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഭംഗിയുള്ള വസ്ത്രം, എനിക്കറിയത്തില്ല, ഞാനൊരു ദൂത് പറയാം. ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും ഏറ്റവും മോടിയായി നിങ്ങൾ ആമേൻ സ്തോത്രം തലമുടി ചീകിയിട്ട വന്നെങ്കിലും നല്ല വസ്ത്രമാണ് ധരിച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന, മനസ്സിലിട്ടിരിക്കുന്ന രട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകരം അഴിയുമെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറയുന്നു. നിന്റെ അകത്ത് കിടക്കുന്ന രട്ടുകൾ നല്ല വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാവരെയും നോക്കിക്കൊണ്ട് ക്ലോസ് അപ്പ് ചിരിയിരിക്കും. പക്ഷെ അകത്ത് കിടക്കുന്ന രട്ട് ജൂലൈ മാസം അതഴിഞ്ഞു. സെലിബ്രേഷന്റെ വിശ്വസിക്കാമെങ്കിൽ വായികളെല്ലാം തുറന്ന് സെലിബ്രേഷൻ നടക്കട്ടെ. ഈ മാസം സെലിബ്രേഷന്റെ എനിക്ക് അങ്ങോട്ട് വന്ന് ഓരോരുത്തരുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് പറയാം, ഇത് സെലിബ്രേഷൻ്റെ മാസമാണ്. പറഞ്ഞ സെലിബ്രേഷൻ്റെ മാസമാണ്. അടുത്തിരിക്കുന്നവരൊന്ന് പറയാൻ പറ്റുമെങ്കിൽ, ചിരിക്കാൻ പറ്റുമെങ്കിൽ കൈ കൊടുത്ത് ആമേൻ ഒന്ന് തോട്ടിട്ട് പറ, നിന്റെ രട്ടഴിയും, നിന്റെ വിലാപത്തിൻ്റെ വസ്ത്രം മാറും. സന്തോഷത്തിൻ്റെ വസ്ത്രം. യെശയ്യാ പ്രവചനം 61:10 അതിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യമാണ് ഈ ഒരു സ്റ്റാറ്റസ് പറയാൻ വന്നത്. യെശയ്യാ പ്രവചനം 61:10 ഞാൻ യഹോവയിൽ പറഞ്ഞ ഈ മാസത്തിന്റെ പ്രത്യേകത ആനന്ദത്തിന്റെ മാസം, സെലിബ്രേഷന്റെ മാസം. ആമേൻ. എൻ്റെ ദൈവത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഘോഷിച്ച്. അടുത്ത വാക്ക്, മണവാളൻ തലപ്പാവണിയുന്നത് പോലെ ചിലതൊക്കെ ദൈവം നിന്നെ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ. ഇതിനകത്ത് എനിക്കൊന്ന് എല്ലാവരും ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സ്റ്റെഫി മാത്രമല്ല ഉണ്ട്. ആ സ്റ്റെഫി അല്ല, ഈ സ്റ്റെഫിയുടെ കാര്യമാണ്. നിങ്ങൾ നോർത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം കിട്ടുക എന്താണ്? വിവാഹ ദിവസം അല്ലേ? ഇപ്പോഴും കൈ കാണാം. അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നിട്ടില്ല. ഞായറാഴ്ച ദിവസം രാവിലെ 150 പവന് വിട്ടുകൊണ്ട് നമ്മുടെ ബ്രസീലിൽ പോവുക. കണ്ടു നിൽക്കുന്നവർ എന്നെ പറയും,
ജൂവലറി നടന്നു പോകുന്നില്ല, അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നേ പറയത്തുള്ളൂ. പക്ഷെ വീട്ടിൽ ചിലപ്പോൾ 200 പവൻ കാണും. പക്ഷെ ആ ഒരു ദിവസം ഉണ്ടല്ലോ 61:10 മണവാളൻ തലപ്പാവണിയുന്നൊരു ദിവസം, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ അലങ്കരിക്കുന്നത് പോലെ. ഇന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഞാനൊരു പ്രാർത്ഥിക്കാൻ പോവാം. മെസ്സേജ് നിർത്തിയില്ല, പക്ഷേ ഈ വേർഡ് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. അക്കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, ഈ മാസം സെലിബ്രേഷൻ്റെ മാസം. ചിലത് അലങ്കരിക്കും, ചിലത് ആഡ് ചെയ്ത് അലങ്കരിക്കും. യേശുവിൻ്റെ നാമത്തിൽ അലങ്കരിക്കപ്പെടട്ടെ. അലങ്കരിക്കും. ഈ മാസം അലങ്കരിക്കും. ഹല്ലേലൂയ. തലപ്പാവ് പോലെ ആമേൻ, മണവാട്ടി തന്നെത്താൻ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നത് പോലെ ഈ മാസം അലങ്കരിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭ ഇന്ന് പകൽക്കാലം ഡിക്ലെയർ ചെയ്യുന്നു, ജൂലൈ മാസം സെലിബ്രേഷന്റെ സമയമാണ്. അലങ്കരിക്കപ്പെടട്ടെ. ആരോഗ്യത്തിൽ അലങ്കാരമുണ്ടാകട്ടെ, സമ്പത്തിൽ അലങ്കാരമുണ്ടാകട്ടെ, മിനിസ്ട്രിയിൽ അലങ്കരിക്കപ്പെടട്ടെ, ശുശ്രൂഷയിൽ അലങ്കരിക്കപ്പെടട്ടെ, ജോലിയിൽ അലങ്കരിക്കപ്പെടട്ടെ, തലമുറയുടെ കാര്യത്തിൽ അലങ്കരിക്കപ്പെടട്ടെ, രട്ടുടുത്തോണ്ടിരിക്കുന്ന കാര്യത്തിൽ സന്തോഷം ഉടുക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഓക്കേ, അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ശൗൽ യുദ്ധത്തിൽ ജയിച്ചു, പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശൗൽ എന്ത് ചെയ്തു? തോറ്റുപോയി. ഞാൻ പറയുന്നു, ഇവിടുത്തെ യുദ്ധത്തിൽ നീ തോറ്റാലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ നിന്നാൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്റെ തോൽവിയുടെ 4-ാം യാമത്തിൽ, തോൽവിയുടെ 4-ാം യാമത്തിൽ ഇറങ്ങി വന്ന് നിന്റെ പ്രശ്നത്തിൻ്റെ മേളെ നടന്നു വന്ന് നിന്നെ ജയിപ്പിക്കാൻ ഒരുവൻ ഇവിടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ നോക്കിയിരുന്ന് ചിരിക്കുന്നവർ കാണും. പക്ഷെ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ ജയാളിയാക്കി മാറ്റാൻ. ആമേൻ. ഞാൻ എൻ്റെ ടോപ്പിക്ക് വിട്ട് ഒത്തിരി പോകുന്നു, പക്ഷെ ഞാൻ വേഗത്തിൽ ആ വേർഡുകൾ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം ദൈവമായിട്ടുള്ള ആ ബന്ധം, കർത്താവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് നിന്നെ ജയാളിയാക്കി മാറ്റും. ആമേൻ. അതിനകത്ത് ഉറച്ചു നിന്നോണം. കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഉറച്ചു നിൽക്കുക. ദൈവം നിന്നെ ജയാളിയാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ദാവീദിനെ രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് പറഞ്ഞു, ശൗലിനെ പോലെ ആകരുത്, എനിക്ക് കുറച്ച് നിയമങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രാജാവിൻ്റെ പൊക്കം നോക്കരുത്, വലിപ്പം നോക്കരുത്, അങ്ങനെയുള്ള ഒന്നും എന്ത് ചെയ്യരുത്, നോക്കരുത്. അങ്ങനെ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം, ചേർന്ന് പറഞ്ഞ് രാജാവായി അഭിഷേകം ചെയ്തതോടെ എല്ലാം തീർന്നോ? നമ്മളിവിടുന്ന് തുടങ്ങാൻ പോവാം. പഴയ നിയമത്തിൽ 3 തരം അഭിഷേകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ട 3 തരം അഭിഷേകങ്ങളുണ്ട്. അറിയോ അത്? പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ട 3 തരം അഭിഷേകം വചനം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. 3 കൂട്ടരെയാണ് ദൈവം പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തത്. ഒന്നിപ്പം പറഞ്ഞതുപോലെ രാജാവിനെ ദൈവം എന്ത് ചെയ്യുന്നു? അഭിഷേകത്തിലൂടെയാണ് രാജാവിനെ സെലക്ട് ചെയ്യുന്നത്. 2, പ്രവാചകനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അഭിഷേകത്തിലൂടെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. 3, പുരോഹിതനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അഭിഷേകത്തിലൂടെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. സാധാരണ ഒരു രാജാവായിട്ട് ഒരാളെ അഭിഷേകം ചെയ്യുമ്പം, പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് 5 വർഷത്തെ ടേണൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ പോലെ 10 വർഷവും, നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും 5 വർഷത്തെ ടേണ. ലൈഫ് ലോങ് ആണ് രാജാവാകുക, അഭിഷേകം ചെയ്യുക രാജാവായി. ആ രാജാവ് മരിച്ചാലേ അടുത്തയാൾക്ക് എന്നാ ഉള്ളൂ? സാധ്യതയുള്ളൂ. ഞാനൊരു ദൂതിലേക്കാണ് പോകുന്നത്. അടുത്തയാൾക്ക് സാധ്യത ഇപ്പോഴത്തെ രാജാവ് മരിക്കണം. പക്ഷെ ദാവീദിൻ്റെ സാധ്യത രാജാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഷേകം വീണവനാണ് ദാവീദ്. എൻ്റെ കൂടെ ഇല്ല. ഇസ്രായേലിലെ രാജാവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ, ശൗല് മരിക്കുന്നതിന് മുമ്പ് തന്നെ ആരുടെ മേൽ അഭിഷേകം വീണു? ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണു. ഏകദേശം ഈ ഹിസ്റ്ററി പഠിച്ചാൽ അവൻ്റെ 16-ാമത്തെയോ 17-ാമത്തെയോ വയസ്സിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തവനാണ്.
ഞാനിന്ന് രാവിലെ അതൊന്നൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ഞാൻ വന്നേ. രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് ദാവീദ് എങ്ങോട്ടാ പോയേ? നേരെ ശൗലിൻ്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, അറിഞ്ഞായിരുന്നോ ഞാൻ രാജാവായി, ഒന്ന് മാറിക്കേ, ഞാൻ അവിടെ ഇരുന്നോളാമെന്നും പറഞ്ഞാണോ വന്നേ? അല്ല. എങ്ങോട്ടാ പോയേ? കാട്ടിലോട്ട് പോയി. പറഞ്ഞേ, കാട്ടിലോട്ടാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടും പോയേ. അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മളെ ദൈവം ഒരു മിനിസ്ട്രി, ഇത് കേൾക്കണം. പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് ജനത്തിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ഇതാണ്. പ്രവചനം കേൾക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും എന്നോട് പറ. ഞാൻ പറഞ്ഞില്ല, ഇത് ചർച്ചാണ്, ഇത് നമ്മൾ വളരേണ്ട സ്ഥലമാണ്, നടക്കുന്നില്ല. ദാവീദിനോട് ചോദിച്ചേ, അങ്ങ് രാജാവായി തീരുമെന്ന് പ്രവചനം കേട്ടിട്ട് ഏകദേശം 23 വർഷം കഴിഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ ക്ലിയർ കണക്കെൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ 23 ഇശായിയുടെ വീട്ടിൽ നിന്നും എണ്ണി തുടങ്ങിയാൽ 23ാമത്തെ വർഷമാണ് ആ രാജസ്ഥാനത്ത് അദ്ദേഹം ഒന്ന് ഇരുന്നത്. പക്ഷേ 23 വർഷം മുമ്പ് അവനെ വിളിച്ച പേരെന്നാ? ആരായിട്ട് അഭിഷേകം ചെയ്തേ? രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു കാലപരിധി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആവർത്തിച്ചതാണ്. ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ട്, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. പക്ഷേ പറഞ്ഞ വാക്കിനും പ്രവർത്തിക്കും ഇടയ്ക്ക് നീണ്ടു നിൽക്കുന്നൊരു കാലാവധി ഉണ്ടല്ലോ, അതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ദാവീദിനോട് ചോദിച്ചേ, 23ാമത്തെ വർഷത്തിൽ നീ രാജാവായി തീർന്നപ്പോൾ നീ അനുഭവിച്ച ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദാവീദ് പറയും, ഈ 23 വർഷവും ഞാൻ ആകെ ഭയപ്പെട്ടു നിന്ന വർഷങ്ങളാണ്. ഞാൻ പറയാം, അഭിഷേകം ഒരുവൻ്റെ മേൽ വീണിട്ടുണ്ടോ, നീ പോലും അറിയാതെ നിനക്ക് ശത്രുക്കളുണ്ടാകും. കൂടെയില്ല. അഭിഷേകം ഒരുവൻ്റെ മേൽ വീണിട്ടുണ്ടോ, നീ പോലും അറിയാതെ നിനക്കെതിരെ അസൂയയുടെ ആൾക്കാർ എഴുന്നേക്കും. ഞാൻ ദാവീദിന്റെ ബേസിൽ പറയുന്ന മുഴുവൻ. ഇവൻ സമാധാനത്തോടെ അഭിഷേകം വീടുന്നതിന് പോട്ടെന്നും പറഞ്ഞ് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കിന്നരം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരാ വന്നെന്നറിയാമോ? സിംഹം വരിക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കാട്ടിലെ രാജാവും നാട്ടിലെ രാജാവും കൂടെ നേർക്കുനേർ. പക്ഷെ അഭിഷേകതൈലം വേണം നിന്നെ ആരുടെ മുമ്പിൽ തല താഴ്ത്താൻ, യേശുവിൻ്റെ നാമം. ഈ സിംഹം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങൾ കേട്ടെ, എൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന് പറയുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ അഭിഷേകത്താൽ നിറയപ്പെട്ടവനാണെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ദാവീദിനെ പോലെ ഫസ്റ്റ് ഫേസ് അഭിഷേകതൈലം വീണവൻ്റെ ആദ്യത്തെ ഫേസ് എന്നാണെന്നറിയാമോ? ചില സിംഹങ്ങളെ നേരിടണം. നിങ്ങൾ എൻ്റെ കൂടെയില്ലെങ്കിൽ ഞാനിത് പറയും. ദാവീദിൻ്റെ നേരെ വരുന്ന ആദ്യത്തെ പ്രശ്നം സിംഹത്തെ നേരിടണം. അത് ദാവീദിൻ്റെ കുടുംബ പ്രശ്നമല്ല, അപ്പൻ്റെയും സഹോദരന്മാരുടെയും പ്രശ്നമല്ല, ദാവീദിൻ്റെ ഒറ്റയ്ക്കുള്ള പ്രശ്നമാണ്. രഞ്ജുവർദ്ധൻ, ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നു. ദാവീദിൻ്റെ ഈ സിംഹത്തെ നേരിടുക എന്ന് പറയുന്നത് ദാവീദിൻ്റെ കുടുംബ പ്രശ്നമല്ല, അവൻ്റെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ വിഷയമാണ് സിംഹത്തെ നേരിടുക. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അഭിഷേകം വീണാൽ ആദ്യം നീ ജയിച്ചു കയറേണ്ടത് എവിടെയാണെന്നറിയാമോ? വ്യക്തിപരമായ ചില വിഷയത്തിൻ്റെ മേൽ നീ ജയിച്ചു കയറണം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇൻഡിവിജ്വലി നീ അനുഭവിക്കുക. അത് സഭയുടെ വിഷയമല്ല. നമ്മൾ എന്തുമാത്രം വ്യക്തിപരമായ വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലേ ബ്രദർ? നമ്മൾ പേഴ്സണലി നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിനെ ജയിക്കുക എന്നുള്ളത് അഭിഷേകം വീണവൻ്റെ ഉത്തരവാദിത്വമാണ്, രഞ്ജുവർദ്ധൻ്റെ ഉത്തരവാദിത്വമാണ്. ആ കാര്യത്തിൽ ജയിക്കുക എന്നുള്ളത്. അതിന് ചിലപ്പോൾ ആരുടെ സപ്പോർട്ട് നിനക്കൊണ്ടാകത്തില്ല. പക്ഷെ നിന്റെ മേൽ വീഴുന്ന ഈ അഭിഷേകം ആ പ്രശ്നത്തെ വലിച്ചു കീറാൻ യേശുവിൻ്റെ നാമത്തിൽ രാജാവാകുന്നതിന് മുമ്പ് ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ഇൻഡിവിജ്വൽ വിഷയത്തെ നീ വലിച്ചു കീറണം. ആമേ. ആ കോപത്തെ നീ എന്ത് ചെയ്യണം? വലിച്ചു കീറണം. ആ ദേഷ്യത്തെ നീ എന്ത് ചെയ്യണം? ആ ഈഗോയെ നീ എന്ത് ചെയ്യണം? അതൊക്കെ ഇൻഡിവിജ്വലി വന്നേ. ഹല്ലേലൂയ.
ദാവീദ് ആദ്യം അഭിമുഖിച്ചത് ഇസ്രായേൽ അടുത്ത രാജ്യത്തെ അല്ല ദാവീദ് പോയി ഫേസ് ചെയ്തത്. ആദ്യം അനുഭവിച്ചത് അവൻ്റെ വ്യക്തിപരമായ കാര്യത്തെ അവൻ ജയിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം വ്യക്തിപരമായ ചില ജയങ്ങൾ നമ്മുടെ നടുവിൽ നടക്കട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്നെ മാറ്റി നിർത്തിയല്ല പറഞ്ഞ്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആമേൻ ആമേൻ നമ്മുടെ മേൽ ജയിക്കാൻ ഒരിതിനെയും നിങ്ങൾ അവസരം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, അവസരം കൊടുക്കരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിലോ സഹോദര ബന്ധത്തിലോ ഇങ്ങനെയാ പറയുന്നത്. ആമേ സ്തോത്രം. നീ കോപിക്കണം. ബൈബിൾ പറഞ്ഞ് എന്ത് ചെയ്യണം? കോപിച്ചോണം പറഞ്ഞായിരുന്നോ? കോപിച്ചാൽ നീ എന്ത് ചെയ്യരുത്? സൂര്യൻ അസ്തമിക്കുന്നിടം വരെ എന്ത് ചെയ്തരുത്? അതിനു മുമ്പ് അതിനെ വലിച്ചു കീറിക്കണം. ഒരു രാത്രി കഴിഞ്ഞു പോയാൽ, ഒരു രാത്രി കഴിഞ്ഞു പോയ സിസ്റ്ററെ, അത് നമ്മളെ കയറി പിടിക്കും. ആമേൻ. ഞാൻ ഈ വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു വേടുണ്ട്, വിവാഹത്തിനുള്ള ബന്ധത്തിൽ ഏറ്റവും പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ ബെഡ് പ്യൂറായിരിക്കട്ടെ, നിന്റെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒന്നിനും അവസരം പക്ഷേ അഭിഷേകത്തെ പറ്റി പറഞ്ഞിട്ട് അങ്ങ് ശാന്തമാകുകയുള്ളൂ. എനിക്കറിയാം ഇത് ദാവീദിൻ്റെ ഇൻഡിവിജ്വൽ വിഷയമാണ്. ഇന്ന് പകൽക്കാലം ദൈവസഭ ഇൻ ക്രൈസ്റ്റ് കൂട്ടായ്മ, ഈ കുടുംബം ആദ്യം ജയിക്കേണ്ട ജയം രാജ്യത്തെ ജയിക്കുകയല്ല ചെയ്യേണ്ടത്, അവൻ്റെ വ്യക്തിപരമായ ലൈഫിനെ, വ്യക്തിപരമായ ലൈഫിനെ, വ്യക്തിപരമായ ലൈഫിനെ. ഇത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ വെച്ചിരിക്കുന്ന വിഷയം എന്നറിയോ? കടക്ക ഇങ്ങനെ ഒത്തിരി കിടപ്പുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഫ്രൂട്ടും ഗിഫ്റ്റും തമ്മിൽ പ്രസംഗിക്കണം എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഫ്രൂട്ടും ഗിഫ്റ്റും അഭിഷേകത്തിൻ്റെ അടുത്ത തലമാണ്. പരിശുദ്ധാത്മാവിന് എന്നാ ഉണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഉണ്ട്. പരിശുദ്ധാത്മാവിൽ എന്നാ ഉണ്ട്? നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഏതാണ്? അതിലേക്ക് ഞാൻ പിന്നെ പോയി. ഇപ്പം ഞാൻ പറഞ്ഞാൽ തീരും. ആമേൻ സ്തോത്രം. ഫ്രൂട്ടും ഗിഫ്റ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ലൈഫിനെ നമുക്കൊന്ന് വലിച്ചു കയറാം എന്ന് പറഞ്ഞാൽ, വ്യക്തിപരമായ ലൈഫിനെ വലിച്ചു കയറാമെന്ന് പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നതിന് നീ അവസരം കൊടുക്കരുത്. സബിത ചേച്ചി അതിന് അവസരം കൊടുക്കരുത്. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളൂ, പിശാചിന് അവസരം ഇട്ട് കൊടുക്കരുത്. ബ്രദറാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് വ്യക്തിപരമായിട്ട് അതാകമായിട്ട് ബന്ധമുള്ള മനുഷ്യനാണ്. പക്ഷേ ഇനി അവസരം ഇട്ട് കൊടുക്കരുത്, അവസരം കൊടുക്കരുത്, ആളിയന് അവസരം കൊടുക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവസരം ആവശ്യമില്ലാത്ത പലതിനും, ആവശ്യമില്ലാത്ത ഈഗോയ്ക്ക് അവസരം കൊടുക്കരുത്. ആവശ്യമില്ലാത്ത നമ്മളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കരുത്. അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഒരുവൻ്റെ മേൽ അഭിഷേകം വീണാൽ, ദാവീദിൻ്റെ മേൽ വീണ അഭിഷേകം ആദ്യം അവൻ ജയിച്ചത് അവൻ്റെ വ്യക്തിപരമായ, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഉയർത്താം, വ്യക്തിപരമായ കാര്യത്തെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, ആ 4 ചുവരിനകത്ത് മാത്രമുള്ള ലൈഫിനകത്ത് നീ ആത്മാവിനെ ജയിപ്പിക്കണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ തോന്നും. ജയിപ്പിക്കണം. അവനെയാണ് ദൈവത്തിന് പരസ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെൻ്റെ കൂടെയില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആ ഒരു സ്വഭാവത്തെ നമുക്കൊന്നിച്ചങ്ങ് നിന്നാലൊന്ന്. ആ ഫസ്റ്റ് ഡേ എൻ്റെ മേൽ അഭിഷേകം വീണു. അഭിഷേകം വീഴുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണെന്നറിയോ? നമ്മുടെ ചർച്ചിലൊരു ദൈവത്തറയിലെ ബാബുചായൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്. ഞങ്ങളുടെ തരത്തിലൊരു ദൈവാസന, ഒരു നല്ലൊരു മനുഷ്യനാണ്. പുള്ളി വിശ്വാസത്തിൽ വന്നു, കുറേയൊക്കെ ആയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അദ്ദേഹത്തിനൊരു ആഗ്രഹം, സുവാർത്ത ചർച്ചിന് ഏകദേശം നാട്ടിൽ അന്നത്തെ സമയത്ത് ഒരു 40ഓളം ചർച്ചകളുണ്ട്. എല്ലാ ചർച്ചും ഒക്കെ എനിക്കൊന്ന് പോയി എന്ത് ചെയ്യണം, കാണണം. ഞാൻ പറഞ്ഞു പോകണം. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ അടുത്ത ആഴ്ച ഞാൻ മല്ലപ്പള്ളിയിൽ ഞങ്ങളുടെ ചർച്ചിന് പോവാം, മല്ലപ്പള്ളിയിലെ ചർച്ചിന് പോവാം. ഞാൻ പറഞ്ഞു, ദൈവസേന ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കോട്ടയത്തുനിന്നാണ് ചെല്ലുന്നത്, നമുക്ക് നമ്മുടെ ചർച്ചിൻ്റെതായിട്ടുള്ള
ഒരു മാന്യത പുറത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോട്ടയത്തു നിന്ന് വന്നു കഴിയുമ്പോഴത്തേന് അവിടുത്തെ പാസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ? കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും പ്രബോധിപ്പിക്കാൻ നിങ്ങളെ മുമ്പോട്ട് വിളിക്കും. നിങ്ങൾ അതിനും കൂടി എന്ത് ചെയ്യണം? ഒരുങ്ങി വേണം. ആമേൻ. ഒരു 10 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 2 വർഷം മുമ്പ് ഞാൻ പോരുന്നിടം വരെ പുള്ളി വേറെ എങ്ങും പോയിട്ടില്ല, ഒരു ചർച്ചിലും പോയിട്ടില്ല. അവിടെ തന്നെയുണ്ട്. ഏറ്റവും ആദ്യം വരും ഫ്രണ്ട് ഇരിക്കും. ഏറ്റവും ആദ്യം വരും ഫ്രണ്ട് ഇരിക്കും. ചിലർ പറയുന്നത് എനിക്ക് ഭയങ്കര അപകർഷതാബോധമാണ് മുമ്പോട്ട് വന്ന്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കും. പക്ഷേ ഇന്ന് പകൽ ആവർത്തിച്ച് പറയുന്നു, നിൻ്റെ വ്യക്തിപരമായ ലൈഫിനകത്ത് പോരാടുന്ന ചിലതിനെ നീ ജയിക്കണം. സ്വപ്നത്തിൽ നിന്നോട് പോരാടുന്ന ചിലതുണ്ട്. സ്വപ്നത്തിൽ നിന്നെ അതിനെ നീ ജയിക്കണം. അതിന് നീ അവസരം വിട്ട് കൊടുക്കരുത്. നിൻ്റെ ബുദ്ധിയോട് പോരാടുന്ന ചിലതുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നീ അതിന് അവസരം വിട്ട് കൊടുക്കരുത്. നിൻ്റെ ചെവിക്കകത്ത് കേൾക്കുന്ന ചില ചിന്തകളുണ്ട്, നീ അതിനകത്ത് അവസരം വിട്ട് കൊടുക്കരുത് യേശുവിൻ്റെ നാമത്തിൽ. കാരണം കർത്താവിനെ നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നിന്നെ കൊള്ളാവുന്നവനാണെന്ന് ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മുടെ മെസ്സേജിൻ്റെ ഹെഡ്ലൈൻ പോലെ അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യം വരണം. ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ കഴിവ് നോക്കിയല്ല ദൈവം തിരഞ്ഞെടുത്തേ. മോശ ഓൾറെഡി പറയുന്നുണ്ട്, ഞാൻ ആരാണ്? തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്, എന്നെ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന് നോക്കുമ്പോൾ നീ സംസാരിക്കുന്നതിന് നാവിന് മാത്രമേ തടസ്സമുള്ളൂ, പക്ഷെ നിന്റെ ഹൃദയമുണ്ടല്ലോ. ദൈവം കണ്ടിട്ട് ദൈവം നിന്നെ നോക്കിക്കൊണ്ട് ടെസ്റ്റിമണി ചെയ്തു. സകല ഭൂലോകത്തിലും വെച്ച് സൗമ്യനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ മോശയാണെന്ന്. മുൾപ്പടർപ്പിൽ തീ കണ്ടവനാണെന്നുള്ള സാക്ഷ്യം പ്രാപിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ജോമാരെ നോക്കിക്കൊണ്ട് ലോകം പറയണം, അവൻ പ്രസംഗിക്കുമെന്നല്ല പറയുന്നേ, അവൻ ഹൃദയപ്രകാരമുള്ളവനാണ്, അവൻ പ്രവാചകനാണെന്നല്ല പറയുന്നേ, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇൻഡിവിജ്വലുള്ള കാര്യത്തെ ചിലതിനെ നീ പിടിച്ചെടുക്കുക, ജയിക്കുക. ഞാൻ ആ ഭാഗം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് മാറുക. ദാവീദിൻ്റെ മേൽ ദൈവം അഭിഷേകം ചെയ്തു. അവൻ എങ്ങോട്ടാ പോയി? ഞാൻ നേരത്തെ പറഞ്ഞു, ആ അഭിഷേകതൈലം വീണിട്ട് അന്ന് മുതൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയം വരെ 23 വർഷം ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? ഞാനൊരൊറ്റ വാക്ക് വായിക്കാം. അവൻ ചെന്നിടത്തൊക്കെ അവൻ വിശ്വസ്തനായിട്ട് നിന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞ്, ചെന്നിടത്തൊക്കെ അവൻ ആരായിരുന്നു? ആദ്യം അവനെ, നിങ്ങൾ കേട്ടോണം, ഇതെൻ്റെ ലൈഫിനകത്ത് സംഭവിച്ചൊരു കാര്യം. ആദ്യം ഇസ്രായേലിനെ മുഴുവനെ അല്ല ദൈവം അവൻ്റെ കൈ കൊടുത്തേ. ആരെയാണ് കൊടുത്തെന്നറിയോ? ദാവീദിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, ദാവീദിൻ്റെ ഈ 23 വർഷത്തെ 3 തിരിക്കാം. 23 ഇയേഴ്സിനെ 3 തിരിക്കാം. ആദ്യത്തെ ഒരു കാര്യം മാത്രം പറയാൻ ശ്രമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് വായിച്ചേ. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യം. അഭിഷേകതൈലം വീണവൻ്റെ പ്രത്യേകത. 1 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതൃഭവനൊക്കെ അത് കേട്ട് അവൻ ദാവീദ് ഒറ്റയ്ക്ക് ഓടുമ്പോൾ ദാവീദ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ അടുക്കൽ ആര് ചെന്നു? അവൻ്റെ കേർന്ന് പറഞ്ഞേ, സഹോദരന്മാരും പിതൃഭവനവും. അവൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ കൂടി? സഹോദരന്മാരെയും പിതൃഭവനത്തെയും അവരുടെ കാറ്റഗറി കണ്ടോ? അടുത്ത വാക്ക്, ഞാൻ ഈ വാക്കൊന്നും പറയാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ദാവീദിൻ്റെ കൂടെ കൂടിയവരുടെ ആൾക്കാരുടെ ലിസ്റ്റ് പറഞ്ഞേ. ഞെരുക്കമുള്ളവർ, എന്നീ വകക്കാരൊക്കെയും. ഇപ്പം ദാവീദ് ഒരു ചർച്ച നടത്തുന്നെങ്കിൽ ഓർത്തേ, ദാവീദിൻ്റെ ചർച്ചയിലെ വിശ്വാസികളുടെ ലിസ്റ്റ് വായിച്ചേ. രഞ്ജു ബ്രദർ ചിരിക്കുന്നത്, ഊറി ചിരിക്കുന്നത്. ബിനീഷ് ബ്രദർ ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ദാവീദിൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ. ഇപ്പോൾ ആദ്യത്തെ 2 വിട്ടാൽ ആ 3-ാമത്തെ വാക്കുണ്ട് സന്തോഷം. എന്നാ കേട്ടാലും ദാവീദ് രാജാവായിട്ട് നിൽക്കുമ്പം ദാവീദിൻ്റെ അടുക്കൽ അങ്ങോട്ട് ചെല്ലുക, ഞങ്ങളുടെ ലീഡർ ആകണമെന്നും പറഞ്ഞു. അവൻ അവർക്ക് ആരായി മാറി?
ദാവീദിന്റെ മേൽ കിടക്കുന്ന വിളി ആരുടെ മേൽ, എന്തിനുള്ള മേലുള്ള വിളിയായിരുന്നു? ഇസ്രായേലിന്റെ രാജാവാകാനുള്ള വിളി. ഇപ്പം പോയി കിടക്കുന്നത് എവിടെയാണ്? ഒരു 400 പേരുടെ ലീഡർ. ഇസ്രായേലിന്റെ രാജാവാകാനുള്ള വിളിയാണ്. പക്ഷെ ഇപ്പം നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ? 400 പേരുടെ ലീഡർ. ആ 400 പേരുടെ സ്വഭാവം കണ്ടോ? എത്ര സാലറി കിട്ടിയാലും സന്തുഷ്ടിയില്ലാത്തവർ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല ജോൺ പാഷ, ഇതൊക്കെ കേൾക്കാനാണോ ഞങ്ങൾ ഞായറാഴ്ച? ഞാൻ പറഞ്ഞ അഭിഷേകമുള്ളവൻ്റെ റൂട്ട് ഇതാ എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫിൽ സന്തുഷ്ടിയില്ലെന്നോ ഞെരുക്കമുണ്ടെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞേ. അവനെ ആദ്യം ദൈവം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സ്ഥലം, ആദ്യം അവനെ സെറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? എനിക്കൊന്ന് തീമോത്തിയോസിൻ്റെ ലേഖനത്തിലാണെന്ന് പറഞ്ഞ്, അഹങ്കരിച്ചു പോകാതിരിക്കാൻ പുതിയ ശിഷ്യൻ അരുത്. നിങ്ങൾ പണ്ട് നാട്ടിലെല്ലാം അറിയാലോ, ഈ വർക്ക്ഷോപ്പ് പണിക്കാരെ അറിയത്തില്ല? വർക്ക്ഷോപ്പ് പണി പഠിക്കാൻ വേണ്ടി കൂട്ടത്തിൽ കൊണ്ടുപോയി നിർത്തും. കോമൺ ആയിട്ട് അവരെ പറ്റി പറയുന്നൊരു വേർഡുണ്ട്. എന്നാ സിസ്റ്ററായി പറയുന്നത്? എന്നാ ബ്രദറെ? കോമൺ ആയിട്ട് ആ കൂട്ടത്തിൽ കൊണ്ട് നിർത്തുന്നവരെന്ത് ചെയ്യുന്നറിയോ? പിന്നെ മെയിൻ പരിപാടി, എൻജിൻ അടിക്കുന്ന മെയിൻ പരിപാടി വരുമ്പോൾ ഈ അവിടുത്തെ മേസ്തിരി, അതിൻ്റെ മെയിൻ ആളെന്ത് ചെയ്യുന്നറിയോ? ഇവനെ കാപ്പി കുടിക്കാൻ വിടും. സംഭവം കാണിക്കത്തില്ല. മെയിൻ പരിപാടി നടക്കുമ്പോൾ, മെയിൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഇത് കണ്ടിട്ട് വേണം അടുത്തടുത്ത് പോയി ഷോപ്പിടാൻ. പക്ഷേ ഇവനെ കൊണ്ട് എന്ത് ചെയ്യിക്കത്തില്ല? കാപ്പി കുടിക്കാൻ വിടും. അല്ല, കാപ്പി മേടിക്കാനോ ചായ മേടിക്കാനോ കടയിൽ വിടും. എന്ന് പറഞ്ഞ പോലെ പുതിയ ശിഷ്യനരുന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഇത്രേ കാര്യമുള്ളൂ. ഇവൻ ഈ അത് ഏറ്റവും ഞാൻ ഒടുവിൽ പറയും കേട്ടോ, അടുത്ത ആഴ്ചയിൽ വരണം, ഇത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മിസ്സായി പോകും. പുതിയ ശിഷ്യൻ അരുതെന്ന് പറഞ്ഞാൽ വേർഡായിട്ട് പോകും. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ. ഞാൻ ഈ പാട്ട് പഠിച്ച് ചർച്ചിൽ പാടി, കുറച്ച് നേരെ പാടിയുള്ളൂ. ഞങ്ങളുടെ അടുത്തൊരു അമ്മാമ്മ ഇത് മൊത്തം എന്ത് ചെയ്യുന്നറിയോ? എഴുതിയെടുത്തു. പിറ്റേ ആഴ്ച ഞാൻ ഇതിൻ്റെ ലിറിക്സ് ഒക്കെ കൊണ്ടുപോയി ഇട്ടപ്പോൾ അമ്മാമ്മ എന്ന ചർച്ചിലും. ഈ അമ്മാമ്മ കുറേ കഴിഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചു, നമുക്ക് മൂകാംബികയും തമ്മിൽ എന്നാ ഭാഷ ബന്ധം? നമ്മൾ മൂകാംബികയും തമ്മിൽ എന്നാ ബന്ധം? ഈ അമ്മമ്മ എഴുതി എങ്ങനെയാണെന്ന് ഞാൻ പാടുന്ന പാട്ട് കേട്ടിട്ട് എഴുതിയതാ. ഇങ്ങനെ എഴുതിയേ: അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മൂകാംബിക. ഞാൻ മുഖാന്തരം എന്നാ പാടിയ, പക്ഷെ പുള്ളിക്കാരത്തി കേട്ടത് മുഴുവൻ. പുള്ളിക്കാരത്തി 2-3 ആഴ്ച ഈ സാധനം കൈപ്പിടിച്ചുകൊണ്ട് നടക്കും. നമ്മളും മൂകാംബിയൻ. അപ്പം കേൾക്കേണ്ടത് എങ്ങനെ കേൾക്കണം പറഞ്ഞേ? അത് ഞാൻ മെസ്സേജ് പറയാം. നമ്മൾ കേൾക്കണം, നല്ലവണ്ണം പറഞ്ഞ് കേൾക്കണം. ചെവി തുറന്ന് എന്ത് ചെയ്യണം? നല്ലവണ്ണം കേൾക്കണം. കേൾക്കാണ്ടത് എന്ത് ചെയ്യണം? കേൾക്കണം. പുതിയ ശിഷ്യൻ അരുതെന്നും പറഞ്ഞ് സ്തോത്രം സ്തോത്രം സിസ്റ്റർ അങ്ങോട്ട് പോയിട്ട് പറയുകയാണ്, ജോൺ പാഷ് പറഞ്ഞു പുതിയ ശിഷ്യനെന്നും. നോ അതല്ല ഞാൻ പറഞ്ഞു. അത് കേൾക്കണം. അതിൻ്റെ ക്ലൈമാക്സ് ഞാൻ അവയോട് പറയാം. എന്തിനാ ദാവീദിനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏൽപ്പിക്കാതെ ഒരു 400 പേരുടെ ലീഡറാക്കിയെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ 30 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാരെ ഏൽപ്പിക്കാതെ കുറച്ച് ആടിന്റെ കൂട്ടത്തിൽ മോശയെ ദൈവം പറഞ്ഞു വിട്ടെന്നറിയാമോ? അവൻ്റെ ഒരു ട്രെയിനിങ് പീരീഡിനകത്ത് അവൻ സക്സസ് ആയിട്ട് അവൻ പുറത്തു വരണം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാനൊരു വാക്ക് പറയാം. ഈ ഒരു ട്രെയിനിങ് പീരീഡ് നിന്റെ മേൽ അഭിഷേകതൈലം വീണ അന്ന് മുതൽ രാജാവാകാൻ പോകണ അന്ന് വരെ നീ കേട്ട വാഗ്ദത്തം മുതൽ നിവർത്തിക്കുന്നിടം വരെ കർത്താവിന് അറിയണം നീ ഇതിനകത്ത് നിൽക്കുവോ എന്ന്. ആമേൻ, ആമേൻ. പണ്ട് രോഗം മാറുമ്പോൾ ആദ്യം എടുത്ത തീരുമാനമായിരുന്നു, എന്നെക്കോലെ രോഗിയായിരിക്കുന്നവരുടെ, ഞങ്ങളുടെ ചർച്ചിൽ നടന്നോ, കോട്ടയം ചർച്ചിൽ നടന്നോ, ആമേൻ, ക്യാൻസർ മാറിയച്ചാ പപ്പ, ക്യാൻസർ മാറി. അന്നേരം പുള്ളിക്കാരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ കാരിത്താസിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എന്ത് ചെയ്തോളാം, യേശുവിനെ പറ്റി ചോദിച്ചു. പറഞ്ഞോന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ പറയുകയാണ്, എനിക്ക് ആ പേര് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. നമ്മളങ്ങ് പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? വേവലാതി ആവലാതി കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ കർത്താവിന് ആവശ്യം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒതുങ്ങി നിൽക്കുന്നവനെയാണ്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ ദൈവത്തിന് വേണം. 30 ലക്ഷത്തെ ദൈവം കൈ കൊടുക്കുന്നതിന് മുമ്പ് ആടിനെ കൈ കൊടുത്തു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവ് സ്ഥാനത്തു നിന്ന് കയറുന്നതിന് മുമ്പ് ദൈവം ആദ്യം ആടിനെയും പിന്നീട് എന്ത് ചെയ്തെന്നറിയാമോ? 400 പേരെയും കൊടുത്തു. ഇവരുടെ പാസ്റ്ററായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലഞ്ഞു പോകുന്നൊരു പ്രശ്നമാണ്. ഇത്ര ആക്റ്റീവായിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്ററായിരിക്കുന്ന കാര്യം ഓർത്തു നോക്കി.
ഇത്രയും കേട്ടിട്ട് ഒരു ചിരിയില്ലാതെ നോക്കിയ മുഖത്ത് കണ്ടോ, ഒരു ഭാവവ്യത്യാസവും ഇല്ല. ഇവരുടെ ഒരു 10 വർഷം ഇവരുടെ തലവനായിട്ടിരിക്കാൻ ആരാ തയ്യാറാകുന്നത്? ലീഡർഷിപ്പിനകത്ത് 10 വർഷം തലവനായിട്ടിരിക്കാൻ ആരാ തയ്യാറാകുന്നത്? ആരും കൈവയ്ക്കോ? തല കുറഞ്ഞ ഞാനെടുത്ത് കൈവയ്ക്കും. പാടാന്നേ. എനിക്ക് നമ്മുടെ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ, എനിക്കിത് മൊത്തം എടുത്ത് കത്തിച്ച് കളയാൻ തോന്നിയിട്ടുണ്ട്. പാടാ. ഇത്രയും നല്ല ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും പേരുടെ ഇടയിൽ ഒന്ന് തലവനായിരിക്കുക എന്ന് പറഞ്ഞാൽ, വിനീഷ് ബ്രദർ ഓക്കെ ആണോ? അനുവിൻ്റെ തലവനായിട്ടിരിക്കുക. ഇങ്ങനെ ഒരു 400 പേരെ ഏൽപ്പിച്ച ഒറ്റ വർഷം. പക്ഷെ ദാവീദ് അതിനകത്ത് ആരായി മാറിയെന്നറിയാമോ? വിശ്വസ്തനായിരുന്നു. ദാവീദ് വിശ്വസ്തനായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ സന്തുഷ്ടി ഇല്ലാത്തവനെ സന്തുഷ്ടി ഉള്ളവനാക്കി മാറ്റി. സന്തുഷ്ടി ഇല്ലാത്തവനെ സന്തുഷ്ടി ഉള്ളവനാക്കി മാറ്റി. പൗലോസ്ലിഹായുടെ ഒരു വേടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഒരു വാക്കുണ്ട്. ആ വാക്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പൗലോസ്ലിഹ പറഞ്ഞൊരു വേടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായത്തിനകത്ത് 12-ാമത്തെ വാക്യമുണ്ട്. 12-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം. 12 വെച്ച് വായിച്ചാൽ പോരാ. ആമേൻ സ്തോത്രം. അതങ്ങ് വായിക്കണം. 10 തൊട്ടേക്കൊന്ന് വായിക്കണം. 10 തൊട്ട് വായിക്കണം. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. അവരെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അത് മാറ്റിയല്ലേ. ആമേൻ. അവരെക്കാളും ഭോഷനാണെന്ന് അവരുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കണം. ആമേൻ. ചിലതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഓർക്കുന്ന ഈ എന്താ അതിന് പേരെന്ന്, ഹിപ്പോപ്പൊട്ടാമസ് മുങ്ങിക്കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? പുള്ളി തല മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, മൊത്തം മുതുക് മുഴുവൻ എവിടെയാ? പുള്ളിക്കാരൻ പറയുന്നത് എന്നെ ആരും എന്ത് ചെയ്യുന്നില്ല, കണ്ടിട്ടില്ലേ? അങ്ങനെ നിൽക്കുക. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ കേട്ടില്ല. പൗലോസ്ലീഹ പറയുക, ഞങ്ങൾ ആരാണ് ക്രിസ്തു നിമിത്തം? ആ വാക്യം വിട്ടോ, 4:10 വായിച്ചോ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ. ശാലോമിനെ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് ഏറ്റവും വലിയ ഭോഷൻ. നിങ്ങളെ നോക്കിക്കൊണ്ട് പറയും, ഏറ്റവും വലിയ ഭോഷൻ ആരാണ്? എനിക്കിവനെ നേടണം. ബർബറിനെ നേടാൻ ഞാൻ ബർബറിനാണെന്ന് പറയുന്നത് പോലെ എനിക്കിവനെ നേടണം. ഈ സന്തുഷ്ടി ഇല്ലാത്തവനെയും സ്തോത്രം സമാധാനമില്ലാത്തവനെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ നേടണമെങ്കിൽ ഞാൻ ആരാകണമെന്നറിയാമോ? അവൻ അംഗീകരിക്കുന്നവനായി മാറണം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിക്ക് പോയി. ജമ്മു കാശ്മീരിൽ ചെന്നു. ജമ്മു കാശ്മീരിൽ മിനിസ്ട്രിക്ക് ചെന്നപ്പോഴത്തേക്കിന് അവിടുത്തെ ഏറ്റവും വലിയ മാന്യതയാണ്, ചെന്ന ഉടനെ വലിയ വെട്ട് ഗ്ലാസ്സിനകത്ത് നമ്മുടെ പഴയ സോഡ നാരങ്ങ കിട്ടുന്ന ഗ്ലാസ്സിനകത്ത് ഒറ്റ ഗ്ലാസ് വെള്ളം തരും. സ്തോത്രം. നിങ്ങൾ കേട്ടേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടുകാരെ നിന്ദിക്കുന്നത് പോലെയാണ്. ഞങ്ങൾ ചെന്നു, എനിക്ക് വെള്ളം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചില സർട്ടിഫിക്കറ്റിലൊക്കെ ഈ ഒപ്പൊന്നും ഇവിടെ അറിയാൻ മേലാത്തൊരു തമ്പിംപ്രഷം വെച്ച് കൊടുക്കുന്നത് പോലെ ഇളയ കുഞ്ഞിൻ്റെ മൂക്ക് ഓവർഫ്ലോ ആയത് കളഞ്ഞിട്ട് ആ ഒരു സിസ്റ്റർ ഇപ്പോഴെ തന്നെ ആ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാണ് എനിക്ക് തന്നേ. എനിക്ക് നോക്കുമ്പം കറക്റ്റ് കാണാം ആ പെങ്കൊച്ചിൻ്റെ ആ തന്ന ആ സഹോദരിയുടെ തള്ളവിരലും ഈ വിരലും എനിക്ക് നന്നായിട്ട് അപ്പുറം കാണാം. എൻ്റെ കൂടെ ഇരുന്ന ചാർലി പാഷ, ഇന്ന് അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പറഞ്ഞു, പാഷേ കളയരുത് പ്ലീസ്, കുടിച്ചേ പറ്റത്തുള്ളൂ. ഈ വീട്ടുകാരെ നേടണമെങ്കിൽ ഇത് കുടിച്ചേ പറ്റത്തുള്ളൂ. ഈ വീട്ടുകാരെ നേടണമെങ്കിൽ ഇത് കുടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്നാ? ഞാൻ ഈ വെള്ളം കുടിച്ചവൻ നാണെന്നല്ല, ഇതിനേക്കാളും നല്ല വെള്ളം കുടിക്കാൻ കഴിവുള്ള. അന്നേരം എൻ്റെ കൂടെ ഇരിക്കുന്ന ചാർലി പാഷ ഒരു വലിയ ടെലികോമിൻ്റെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വരുമ്പം ജമ്മു കാശ്മീരിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ബാക്കും ഫ്രണ്ടും സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന് ഈ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? അവരെക്കാളും താഴുക. എന്താണെന്നറിയാമോ? ക്രിസ്തു നിമിത്തം ചിലരെ നേടാൻ, ക്രിസ്തു നിമിത്തം ചിലരെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ആരായി മാറിയെന്നറിയാമോ? ഭോഷനായി തീർന്നു. പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ക്രിസ്തു നിമിഷം ഭോഷൻ. എന്നിട്ട് അവരെ നോക്കിക്കൊണ്ട് പറയുക, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഭയങ്കര വിവേകികളാണ്. തീർന്നില്ലേ? കാര്യം തീർന്നില്ലേ? അടുത്ത പറയാണ്, ഞങ്ങൾ ആരാണ്? ബലഹീനൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ മഹത്വക്കൾ. ഞാൻ ആരാണ്?
യേശുവിൻ്റെ നാമത്തിൽ. പൗലോസേ, നീ എന്താ ഇത് പറയാനുള്ള കാരണം? പൗലോസിന് ഒരൊറ്റ കാര്യമുള്ളൂ, എന്നെ ധരിപ്പിച്ചിരിക്കുന്ന ചങ്ങലയൊഴികെ സകലരും ക്രിസ്തുവിനെ അറിയണമെന്ന് ആമേൻ ആമേൻ എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം അഭിഷേകം ഒരുവൻ്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ അവനെ നീ റിസീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? എന്നെക്കാളും ശ്രേഷ്ഠനായിട്ടെണ്ണാൻ ഇന്ന് പകൽ തയ്യാറാകുക. അന്ത്യത്താഴത്തിൻ്റെ സമയത്ത് ആര് കാല് കഴുകുമെന്നുള്ളൊരു ചോദ്യം വന്നു. കാരണം അവിടുത്തെ ഏറ്റവും താഴ്ന്ന ആളാണ് കാല് കഴുകണ്ടേ. പത്രോസ് യാക്കോബിനെ നോക്കി, യാക്കോബ് അന്ത്രയോസിനെ നോക്കി, അന്ത്രയോസ് ശിമിയോനെ നോക്കി, ശിമിയോൻ ലേവിയെ നോക്കി, അവൻ ലേവി മത്തായിയെ നോക്കി. ആര് കാല് കഴുകും? നമ്മളെല്ലാം ആരാണ്? ഇവരുടെ ഉള്ളു കണ്ടിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? എഴുന്നേറ്റു. അവരോർത്ത് പുറത്തു പോയി അടുത്ത ആളെ വിളിക്കാനെന്ന്. യേശു കർത്താവ് എഴുന്നേറ്റ് തൻ്റെ അരയിൽ തൂവർത്തുടത്തിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഓരോരുത്തരെയും കാല് കഴുകാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം എന്താ കാണിച്ച്? ശിഷ്യന്മാരെ റൂട്ടിൽ കൊണ്ടുവരണമെങ്കിൽ യേശു കാല് കഴുകിയേ പറ്റത്തുള്ളൂ. ശിഷ്യന്മാരെ റൂട്ടിനകത്ത് കൊണ്ടുവരണമെങ്കിൽ യേശു കാല് കഴുകിയേ പറ്റത്തുള്ളൂ. ഇന്ന് പകലിലും കർത്താവ് പറയുന്നു, അഭിഷേകതൈലം വീണവൻ രാജാവായിട്ടാണ് വിളിച്ചത്. പക്ഷെ ഇപ്പോഴും 400 പേരുടെ, അതും ലോകത്തിലെ ഏറ്റവും നെഗറ്റീവ് പറയുന്നവന്മാരുടെ കൂടെ, ഏറ്റവും നെഗറ്റീവ് പറയുന്നവന്മാരുടെ ലീഡറായ, സന്തുഷ്ടിയില്ലാത്തവർ 3 പേരുണ്ടായിരുന്നു. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, മൊത്തം നെഗറ്റീവ്. അവൻ്റെ ലീഡറായി അവരെ നയിക്കാൻ തുടങ്ങി. ബാക്കി പറയാം. അഭിഷേകം ഒരുവൻ്റെ മേൽ വീണാൽ ആദ്യം അവൻ ചെയ്യേണ്ടത് അവൻ്റെ വ്യക്തിപരമായ, ഈ വാക്ക് നിങ്ങൾ മറന്നു പോരുത്, ദാവീദിൻ്റെ മേൽ അഭിഷേകം വീണു. അവൻ നേരെ രാജാവായിട്ട് യുദ്ധത്തിനല്ല പോയെ. അവൻ്റെ വ്യക്തിപരമായ എനിമിയെ അവൻ പിടിച്ചു. വ്യക്തിപരമായ എനിമിയെ പിടിച്ചു. ആ സിംഹത്തെ പിടിച്ചു കയറിയതുപോലെ നമ്മുടെ വ്യക്തിപരമായ എനിമി ആരാന്നറിയാമോ? അവൻ ഇന്ന് പകൽ പിടിക്കേ, അവൻ ഇന്ന് പകൽ പിടിക്കും. ആമേൻ. ചരൽക്കുന്നിൽ വെച്ച് എനിക്കൊന്ന് അലിം ബ്രദറിനറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ റൈസം ഭാഷുമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് അദ്ദേഹം ഓൺലൈനിലുണ്ടായിരുന്നു. ചരൽക്കുന്നിൽ വെച്ചൊരു ഭയങ്കര മീറ്റിംഗ് നടക്കുക. ചരൽക്കുന്നിൽ മീറ്റിംഗ് നടത്തിയപ്പം സ്തോത്രം, ഒരു ചെറുപ്പക്കാരൻ ആത്മാവ് നിറഞ്ഞവനായിട്ട് ഭ്രാന്തനെ പോലെ ഓടി നടക്കാൻ തുടങ്ങി. നിലത്ത് വീഴുന്നു, ഉരുളുന്നു, ഓടി നടക്കുന്നു. പിന്നീട് കണ്ട കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി വിവാദങ്ങൾ കൊണ്ടുവന്നു. ജനലിൽ വലിഞ്ഞു കയറുന്നൊരു സഹോദരനെ കണ്ടവരാലുണ്ട്. ജനൽ വലിഞ്ഞു കയറി, എല്ലാവരും ഒത്തിരി വിമർശിച്ചു. കഴിഞ്ഞ ദിവസം ഒരു തമിഴ് സഹോദരൻ കഴിഞ്ഞ ദിവസം റൈസം ബാർദർ ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മീറ്റിങ്ങിനകത്ത് ആ മനുഷ്യൻ പ്രസംഗിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ 3500-ലധികം ആൾക്കാരുണ്ട്. അഭിഷേകത്തിന് വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നീ ആരുടെ മുമ്പിൽ ഭോഷനായാലും നിനക്ക് പ്രശ്നമുണ്ടാകത്തില്ല. ദൈവം നാളെ വിശ്വസ്തന്മാരെ നോക്കുന്നു. അഭിഷേകം നിന്റെ മേൽ. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഈ ചാൾസ് സ്പർജൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്തുനിന്ന് ഡോക്ടറേറ്റ് ആൾക്കാർ എടുക്കുക. അദ്ദേഹം ആരായിരുന്നു അറിയാമോ? ചർച്ചിലെ പാസ്റ്റർ അല്ലായിരുന്നു. ചാൾസ് സ്പർജൻ ആരായിരുന്നു അറിയാമോ? ഏറ്റവും ആദ്യം അവൻ്റെ ലൈഫ് തിരിയുന്നത് അഭിഷേകം അവൻ്റെ മേൽ വീണതാ. ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിരുന്നു. ചർച്ചിൽ വന്നാൽ അലനിരിക്കുന്നത് പോലെ ഏറ്റവും പുറകിലത്തെ സീറ്റിലേ ഇരിക്കത്തുള്ളൂ. പക്ഷേ അവിടെ വ്യാപരിച്ച അഭിഷേകം അവനെ തൊട്ടു. അവിടെ വ്യാപരിച്ച അഭിഷേകം തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ അന്നത്തെ ആരാധന വിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റിയില്ല. പള്ളിയിൽ പ്രസംഗം കഴിഞ്ഞു, ആശീർവാദം കഴിഞ്ഞു, ചർച്ച് പൂട്ടുന്നു, ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം? ആരൊക്കെയോ 2 പേര് പിടിച്ചു. പള്ളി പൂട്ടണമല്ലോ. ചർച്ചിൻ്റെ പുറത്ത് നിർന്നിരുന്ന സ്തോത്രം, സ്തോത്രം, ആ ഒരു വൃക്ഷത്തിൻ്റെ പേര് ഞാൻ മറന്നു. ഒരു വൃക്ഷത്തെ കൊണ്ട് നിർത്തി. പീച്ചി. ആ വൃക്ഷത്തെ കൊണ്ട് കെട്ടിപ്പിടിച്ചു നിർത്തി. അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ചിലർ മദ്യപിച്ചിട്ട് നിൽക്കുന്ന പോലെ, പോസ്റ്ററിലൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഇവൻ ആത്മാവ് നിറഞ്ഞവനായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ആൾക്കാരെ ചർച്ച പൂട്ടാൻ വേണ്ടി പുറത്തു കൊണ്ട് പിടിച്ചു നിർത്തിയതാ. അവിടെ നിന്നവർ കണ്ട കാഴ്ച എന്നറിയാമോ? ഇദ്ദേഹം ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ മരം നിന്ന് ഇളകാൻ തുടങ്ങിയെന്ന്. അടുത്ത വാക്ക്, അവിടുത്തെ പഴുത്ത കാ മാത്രമല്ല, പച്ചയില പോലും ആ ഇളക്കത്തിൽ ഷെയ്ക്കിന് മുമ്പിൽ താഴെ വീണു.
ഞാൻ പറയാം, ഒരുവന്റെ മേൽ അഭിഷേകം വീണപ്പോ ഏറ്റവും പുറകിരുന്ന അലന്റെ മേൽ ദൈവം അഭിഷേകം വീണപ്പോ സ്പർജന്റെ മേൽ ദൈവം അഭിഷേകത്തെ പകർന്നപ്പോ സംഭവിച്ച എന്നാന്നറിയാമോ? യുണീക്കായിരിക്കുന്ന 7000 പ്രസംഗങ്ങളുടെ ഉടമയാക്കി ദൈവം ഈ മനുഷ്യനെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റും. ആ കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, അഭിഷേകത്തിന് നിന്നെ തിരിക്കാൻ പറ്റും. അഭിഷേകത്തിന് നിന്നെ തിരിക്കാൻ പറ്റും. ആത്മാവിന് നിന്നെ തിരിക്കാൻ പറ്റും. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ആദ്യം അവൻ ചെയ്തു, അവന്റെ വ്യക്തിപരമായ എനിമയെ അവൻ വലിച്ചു കീറി. ഇന്നൊരു വിട്ട് കണ്ണുകളൊന്നും അടച്ചേ. കർത്താവിന് ചിലതിനെ ഉപയോഗിക്കാൻ പറ്റും. കർത്താവിന് ചിലതിനെ ഉപയോഗിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ വാക്കിന് വേണ്ടി എന്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. നിന്റെ വാക്കിന് വേണ്ടി എന്റെ ദൈവം വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ സുവിശേഷ പ്രതിയുമായിട്ട് ആമേൻ ഒരു പ്രായമുള്ള പിതാവ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, ഒരു വീട്ടിലേക്ക് ഓടിക്കേറി. ആ വീട്ടിൽ സുവിശേഷത്തിന് വിരോധിയായി നിന്ന പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കടിക്കുന്ന നായ തുറന്നു വിട്ടു. പത്തനംതിട്ടയിൽ എവിടെ നടന്നതാ? നായ തുറന്നു വിട്ടു. നായ തുറന്നു വിട്ട് ഈ സുവിശേഷകന്റെ മുമ്പിലേക്ക് നായ ഓടി വന്ന് കടിക്കാൻ വേണ്ടി വാ പൊളിച്ചപ്പം നായയോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തെ അനങ്ങിപ്പോരെന്ന് പറഞ്ഞു. പൊളിച്ച വായോടുകൂടി നിന്നു. ഇവരെ വീട്ടിൽ കയറ്റി സുവിശേഷം കേട്ടു, യേശുവിനെ സ്വീകരിച്ചു. തിരിച്ചിറങ്ങി പോകുമ്പോൾ ആ മനുഷ്യൻ ഈ ഉപദേശിയോട് പറഞ്ഞു, ഈ ഉപദേശിയോട് പറഞ്ഞെന്ന് ദയവായിട്ട് അതിൻ്റെ വായ നടച്ചിട്ട് പോകണമെന്ന്. ചിരിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ അഭിഷേകമുള്ളവന്റെ വായെ, അഭിഷേകമുള്ളവന്റെ നാവിനെ തമ്പുരാൻ ഇന്ന് പകൽക്കാലം ട്യൂൺ ചെയ്യാൻ പോകുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു. നിന്റെ നാവിനെ ദൈവം മൂർച്ചയുള്ള ലേഖകന്റെ എഴുത്തുകോൽ പോലെ, മൂർച്ചയുള്ള ആയുധം പോലെ ദൈവം നിന്റെ മകന്റെ നാവിനെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകം നിന്റെ സ്ഥിതിയെ മാറ്റും. അഭിഷേകം നിന്റെ സിറ്റുവേഷനെ മാറ്റും. നിനക്ക് കീബോർഡ് വായിക്കാൻ അറിയത്തില്ല, പക്ഷേ നീ ഇതിനകത്ത് അഭിഷേകത്തിനകത്ത് ചലിച്ചാൽ നിന്നെ പോലെ അഭിഷേകത്തോടെ നിൽക്കുന്ന ഒരാൾ കാണത്തില്ല. ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങളെ ജയിക്കുക. നിന്റെ ഇൻഡിവിജ്വലി പ്രശ്നത്തെ നീ വലിച്ചു കീറുക. എല്ലാ കണ്ണുകളും അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ, ഉപയോഗിക്കണേ. എന്റെ യേശുവിന് നിന്നെ വേണം. ഉപയോഗിക്കണേ ഇനിയുമെന്നെ ഉണർവിനാ. ഒരിക്കൽ കൂടെ ഉപയോഗിക്കണേ. ചേർന്ന് പറഞ്ഞേ, ജീവൻ തീരുവോളം ഇനിയുമെന്നെ ഉണർവിനാ ഉപയോഗിക്കണേ, ഉപയോഗിക്കണേ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള 2 പിതാക്കന്മാരായിരിക്കുന്നു. 70, 68, 65 വയസ്സൊക്കെ ഉണ്ടെന്ന് എൻ്റെ ചിന്ത. കർത്താവിന് എത്ര നാൾ നമ്മുടെ മുമ്പിൽ ആയുസ് തരുന്നു നമുക്കറിയത്തില്ല. അമ്മമാരോട് ഞാൻ ആവർത്തിച്ച് പറയാം, എത്ര നാൾ ആയുസ് തരുന്നു നമുക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ആമേൻ പ്രിയ ചേച്ചിയുടെ ബ്രദറിന് 41 വയസ്സേ ഉള്ളൂ. കർത്താവിന് സന്തോഷത്തോടെ നന്ദി പറയണം. പക്ഷെ അതിനു മുമ്പ് ഹൃദയം തുറന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ എന്നെ നീ ഒന്ന് ഉപയോഗിക്കണേ, എന്നെ നീ ഉപയോഗിക്കണേ. അണയാത്ത ഒരു അഗ്നിയായി മാറാൻ, അണയാത്ത നാവായിട്ട് മാറാൻ എന്നെ നീ ഉപയോഗിക്കണേ. കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് പറഞ്ഞേ, അമ്മമാരെ ഒന്ന് പറഞ്ഞേ, സഹോദരിമാരെ ഒന്ന് പറഞ്ഞേ, സഹോദരന്മാരെ പറഞ്ഞേ, ഉപയോഗിക്കണമെന്നെ. എന്റെ വ്യക്തിപരമായ സിംഹങ്ങളെ വലിച്ചു കീറട്ടെ. എല്ലാ കോപങ്ങളും, എല്ലാ ദാർഷ്ട്യങ്ങളും, എല്ലാ അസൂയകളും, എല്ലാ വിചാരങ്ങളും, എല്ലാ ചിന്തകളും എല്ലാത്തെയും പിടിച്ചടക്കുക, എല്ലാത്തിനെയും പിടിച്ചടക്കുക, ജയിക്കുക. കർത്താവ് പറയുന്നു അടക്കാനല്ല പറയുന്നത്, ജയിക്കാൻ പറയുന്നു. ജയിക്കുക, ജയിക്കുക. ഒരു മിനിറ്റ് ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. എനിക്കറിയത്തില്ല
പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ പ്രശ്നങ്ങളെ അടക്കി. അവർ സിംഹത്തെ അടക്കി 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 എന്ന് പറഞ്ഞാൽ, അടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? 1 മണിയാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞാൻ ആ വിശപ്പിനെ എന്ത് ചെയ്തു? അടക്കി വെച്ചു. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? പക്ഷെ അതിനെ ജയിക്കണം. യേശു കർത്താവ് ജയിക്കുകയോ ചെയ്തേ? പിശാചിനെ അടക്കുകയല്ല ചെയ്തേ, ജയിച്ചു. ഇന്ന് പകൽക്കാലം നമുക്ക് അതിനെ ഒന്ന് ജയിക്കാം. കർത്താവ് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഓക്കെ ഇന്ന് ഞാൻ സെറ്റായേക്കാം. നോ, അത് അടക്കുകയാണ്. ജയിക്കുക, അതിനെ ജയിക്കുക. വില്യം ബൂത്തുകൾ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കട്ടെ. വില്യം ബൂത്തുമാർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കട്ടെ. നിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ പ്രാർത്ഥനാ മുറികൾ പരസ്യത്തിൽ നിന്നെ ഹോണർ ചെയ്യുന്ന സ്ഥലമാക്കി മാറ്റട്ടെ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനത്തെ കേട്ട ദൈവസഭയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇൻഡിവിജ്വലിയുള്ള പ്രശ്നങ്ങളെ ഇൻഡിവിജ്വലി ജയിക്കാനുള്ള അഭിഷേകം, ദാവീദിന്റെ മേൽ അഭിഷേകം വീണ് ദാവീദ് ജയിച്ചത് തൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളെയാണ്. അതിനെ ജയിക്കാനുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ വീഴുക. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നിടത്ത് ഞങ്ങൾക്ക് വിശ്വസ്തയോടുകൂടെ നിൽപ്പാൻ, വിശ്വസ്ത ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമേ. വചനം കേട്ട ദൈവമക്കൾ എല്ലാവർക്കായിട്ട് സ്തോത്രം. ഓൺലൈനിൽ ഞങ്ങളെ ശ്രമിച്ചവർക്കായിട്ട് നന്ദി. ഹൃദയം തുറന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹമായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.